ഇത് വെള്ളിയാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഷൊർണൂർക്ക് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 5 മണിയായപ്പോൾ എണീറ്റിട്ട് 7 മണിക്കാണ് നിലമ്പൂരിൽ നിന്ന് ട്രെയിൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വണ്ടിയിലാണ് നിലമ്പൂർ വരെ പോണത് കേട്ടോ. 6:20 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. 7 മണിക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂരെത്തി ഞാൻ എൻ്റെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. മക്കളാകെ തണുത്ത് പറിച്ചിട്ടുണ്ട്. നമ്മളെ സ്കൂട്ടിയിലും കൂടെ അല്ല വന്നത്. കാറ്റും കൂടെ അടിച്ചപ്പോഴത്തേക്ക് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നടക്കാനും വയ്യ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ടിക്കറ്റ് എടുത്തത് ഷൊർണൂർക്കാണ് എടുത്തത്. 3 ടിക്കറ്റ് എടുത്തു. ഞാൻ പെട്ടെന്ന് അവരോട് 3 തൃശ്ശൂർ എന്നാട്ടോ പറഞ്ഞത്. എന്നിട്ട് പിന്നെ മാറ്റി പറഞ്ഞു അങ്ങനെ. പിന്നെ ട്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 ട്രെയിനിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടേക്കാണ് പോകണമെന്നല്ലേ, മക്കളെ വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ്. തിരുവില്ലാമലയാണ് വീട്. നമ്മൾ മുമ്പ് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ചേച്ചി വിളിച്ചിരുന്നു. ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു, മുത്തശ്ശിട്ടോ മക്കളെ വല്യമ്മ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഏട്ടനുണ്ടാവും, പിന്നെ ഷൊർണൂർ വണ്ടിയായിട്ട് വരും, ബസ്സിന് പോരണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വല്യച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഞാനാണെങ്കിൽ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നേരത്തെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാനിനി പോണ വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും വാങ്ങണം വിചാരിക്കുന്നുണ്ട്. വല്യച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഒന്നും വാങ്ങാൻ വേണ്ടി പറ്റൂല കേട്ടോ. കാരണം വല്യച്ഛൻ വാങ്ങണ്ടെന്നേ പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സാധനം വാങ്ങാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നിർത്തുമെന്നുള്ളത് അറിയില്ല. ഞാൻ കിച്ചുമോട്ട് ഇങ്ങനെ പറയുമായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ബേക്കറി വാങ്ങുമല്ലോ. അങ്ങനെ ഒന്നും വാങ്ങാനും പറ്റിയില്ല കേട്ടോ. പിന്നെ പോണ വഴിക്ക് വല്യച്ഛൻ ചോദിച്ചാൽ എന്തെന്ന് കറിയൊക്കെയാണ് എന്താ വാങ്ങേണ്ടതെന്ന്. എപ്പോഴും നമ്മളോട് ചെല്ലുകയാണ്, നമ്മളോട് ചോദിച്ചിട്ടാണ് എന്താ സാധനം വാങ്ങുക കേട്ടോ. അപ്പോൾ ബീഫ് ചോദിക്കണ വേറൊന്നുമല്ല, മീൻ വേണോ ബീഫ് വേണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വല്യച്ഛൻ നിർത്തിയ ഗ്യാപ്പിൽ ഞാനും കിച്ചുമ്പോഴും വേഗം പുറത്തിറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് കണ്ടൊരു ബേക്കറി കട, ചെറിയൊരു കടയാണ്. പക്ഷെ അവിടെ എല്ലാം അവർ തന്നെ ഉണ്ടാക്കുകയാണ്. വെളിച്ചെണ്ണയിൽ ഓരോന്ന് പുറത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ അവിടെ കുറച്ച് റേറ്റ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് വല്യച്ഛനാണെങ്കിൽ അവിടെ ബീഫിൻ്റെ കടയിലാണ് കേട്ടോ. അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്ന് വേഗം വന്നാണ്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പിന്നെ മക്കളുടെ നാത്തൂൻ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ആളോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട മേമ വന്നാൽ മതി, ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വല്യച്ഛനും പറഞ്ഞു ഒന്നും വാങ്ങണ്ട, വല്യച്ഛൻ എന്തിനാണ് വരുത്തണത്, ആ സമയത്തെല്ലാം വാങ്ങിയിട്ടുണ്ട്, ബേക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണോ ഒക്കെ അവിടെ ഉണ്ട്, ഒന്നും വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളെങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങുമല്ലോ. അപ്പോൾ അവിടെ ബീഫ് വാങ്ങേണ്ടത് തത്ത പിന്നെ വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ട, അവൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ സാധനങ്ങൾ ഞങ്ങളും ബേക്കറി വാങ്ങി. പിന്നെ വല്യച്ഛൻ ബീഫ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് മീനും കൂടെ വാങ്ങാമെന്നും പറഞ്ഞിട്ട് പിന്നെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മളവിടെ കണാന്ന് പറയില്ലേ, അത് വങ്കട എന്നുള്ള പേരിലും പറയും കേട്ടോ. അവരങ്ങനെ വങ്കട എന്നാണ് പറയുക. അപ്പോൾ അത് നല്ല ഫ്രഷ് ആണെന്ന്, കുറച്ച് ഇതും കൂടെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ വാങ്ങണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറേ മീനുണ്ട്, എന്തൊക്കെയോ പേരറിയാത്ത എന്തൊക്കെയോ മീനുണ്ട്. ഇതിൻ്റെ എന്തോ പേര് ചോദിച്ചപ്പോൾ എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു. അവിടെ ഭയങ്കര സൗണ്ട് കേട്ടോ. അതാണ് പിന്നെ ഞാൻ ആ സൗണ്ട് റിമൂവ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ വല്യച്ഛൻ പറഞ്ഞു കൊടുക്കണ്ട ഓരോ മീനിൻ്റെ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോടും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുക, അതിനെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ വണ്ടിയിലേക്ക് അതൊക്കെ വെച്ചു. ഇനിയിപ്പോൾ പോണ വഴിക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. കാരണം ചേച്ചി അവിടെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് കുടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, പൊറോട്ട വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പൊറോട്ട വാങ്ങാൻ വേണ്ടി ഹോട്ടലിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയതാട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തി ജസ്റ്റ് മക്കൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. റൂമിൽ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കും കുറച്ച് കട്ടൻ ചായ ഇട്ടു കേട്ടോ. കട്ടൻ ചായ ഇട്ട് നമ്മൾ വാങ്ങിയ പൊറോട്ടയും പിന്നെ ഇവിടെ തലേ ദിവസത്തെ ബീഫ് കുറച്ചുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ സേമിയ ഉപ്പുമാവ് ഉണ്ടല്ലോ, അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പുമാവ് കഴിക്കാൻ. അപ്പോൾ എനിക്ക് ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് കഴിക്കാൻ എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതന്നെ തിരഞ്ഞൊക്കെ എടുത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് നമ്മൾ ബീഫ് എടുത്ത് വാങ്ങിയെന്നല്ലോ, അത് വല്യച്ഛനാണ് കട്ട് ചെയ്തത് കേട്ടോ. കട്ട് ചെയ്തിട്ട് കഴുകി ഞാൻ കൊടുത്തു. അപ്പോൾ വല്യച്ഛൻ ആ ബീഫൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ ശ്രീകുട്ടീൻ്റെ വീട്ടിൽ നിന്ന് അവൾ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പം അവിടെ നിന്ന് അവൾ അമ്മമ്മ ഇട്ട് കൊടുത്ത അച്ചാറാണ് ഇട്ടത്, നെല്ലിക്കച്ചാർ മുഴുവനായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കണ്ട വായിൽ വെള്ളം വരാതിരിക്കുമോ. അപ്പോൾ അവളാണ് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യം, എനിക്കിത് കണ്ടപ്പോൾ വായിൽ വെള്ളം വന്നിട്ട് ഞാനൊന്ന് എടുക്കുകയാണേ.
അത് എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ. അവൾ ആരട്ട് വെച്ചപ്പോൾ അമ്മമ്മയാണെന്ന് പറഞ്ഞു. പിന്നെ മാങ്ങച്ചാറും പിന്നെ വേറെന്തോ സംഭവം പറഞ്ഞിൻ്റെ അടുത്ത്. അപ്പോൾ മാങ്ങയൊന്നും എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. നെല്ലിക്ക അങ്ങനെ മുഴുവനായിട്ടിരിക്കണ കണ്ടപ്പോൾ, സാധാരണ നമ്മൾ നെല്ലിക്ക അച്ചാറിടുമ്പോൾ നെല്ലിക്ക കട്ട് ചെയ്തിട്ടാണല്ലോ അച്ചാറിടുക, മുഴുവനായിട്ട് നമ്മൾ ഉപ്പിലാണല്ലോ ഇടുക. അപ്പോൾ അത് കഴിച്ചു. പിന്നെ അത് അതിനിടയിൽ വലിയച്ഛൻ നമ്മളെ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ, ഇതൊക്കെ നന്നായിട്ട് വറുത്ത് പിന്നെ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വലിയച്ഛൻ ബീഫ് വെച്ചപ്പോൾ കുറച്ച് കായ ഉണ്ടല്ലോ, കായും വറുത്താണ്ട് പൊടിച്ചിട്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്ത് വന്നപ്പോൾ ഉള്ള അതേ ഡ്രസ്സ് തന്നെ ഇരിക്കണത്, മാറ്റണില്ലേന്ന്. ഞാൻ ശരിക്ക് വൈകുന്നേരത്തെ തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ്, 6 മണിക്ക് അവിടെ നിന്ന് ഒരു ട്രെയിൻ ഉണ്ട്, അപ്പോൾ അതിനെന്നെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷേ നടന്നില്ല, എന്നോടൊന്ന് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല മാറ്റാൻ കേട്ടോ. അപ്പോൾ ചേച്ചി ഒരു പുതിയ നൈറ്റ് തന്നതാണ്. അങ്ങനെ ഞാനത് ഷെയ്പ്പാക്കുമായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, മെഷീനിലൊക്കെ വെച്ച് ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു പാവാടയും നൈറ്റിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലൂസാവും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ശ്രീക്കുട്ടി പിന്നെ തത്തയും കിച്ചൊക്കെ അവിടെ ഏട്ടന്മാരപ്പൊക്കെ കളിക്കുകയും ടി വി ആണെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ചേച്ചിയുടെ നൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കിയതേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ ഒരുപാട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഇടാൻ ബുദ്ധിമുട്ടാവും. കുറച്ചൊന്ന് കുറച്ചു. ഇവരെന്തൊക്കെയോ ജൂഡോ എന്തൊക്കെയോ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം പോരാന്ന് പറഞ്ഞ പ്ലാനിങ് നടന്നില്ല കേട്ടോ. അതിനിടയിൽ നമ്മൾ ഏട്ടന് വേണ്ട 1-2 സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊടുത്തുട്ടോ, റെഡിയാക്കിയൊക്കെ കൊടുത്തു. ഒരു രക്ഷ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ബീഫ്. അത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ചേച്ചി പപ്പടം കാച്ചി, പിന്നെ ഒരു പയറുപ്പേരി ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ചേച്ചിക്കാണെങ്കിൽ അവർക്കൊരു മരണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചേച്ചി അവിടെ നിന്ന് പോയപ്പോഴത്തേക്കും ബോഡി എത്തിയിട്ടില്ല. അപ്പോൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ടതിന് ശേഷം ചേച്ചി ഏട്ടനും പിന്നെയും പോയേ. ബോഡി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി പോയിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഒതുക്കി വെക്കുകയാണ്. ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്നോട് ഒരു പണി എടുക്കാൻ അയക്കുമല്ലോ കേട്ടോ. അവിടെ ഇരുന്നോ എടുക്കണ്ട തന്നെ പറയും. അപ്പോൾ ചേച്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചത്. പിന്നെ നമ്മളെപ്പോഴെങ്കിലും അല്ലല്ലേ ചെല്ലണത്, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കൂടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ വല്യമ്മയ്ക്കും വല്യച്ഛനും അതുപോലെ ഏട്ടന്മാർക്കാണെങ്കിലും ഇപ്പോൾ ഒരു പുതിയൊരു അംഗം കൂടെ നമ്മൾ അതിലേക്ക് വന്നല്ലോ, ശ്രീക്കുട്ടി. അവർക്കാണെങ്കിലും ഞാനാണെങ്കിലും മക്കളാണ് ഇവിടെ വരുന്നില്ല എന്നുള്ള പരാതിയാണ് എപ്പോഴും. ഇവർക്ക് ഞങ്ങളെപ്പോഴും അവിടെ ചെല്ലണം, അവിടെ നിൽക്കണം, വിളിക്കണം. അതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കിച്ചുവിനെയും തത്തേനെയും വെച്ചാൽ. കാരണം അവർക്ക് 2 ആൺകുട്ടികളാണ്, പെൺകുട്ടികളില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വാത്സല്യമുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കണില്ല വരണില്ല എന്നുള്ള പരാതി മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ അത്രത്തോളം ഈ മക്കളെ ആണെങ്കിലും എന്നെ ആണെങ്കിലും അത്രയും കെയർ ചെയ്യലുണ്ട്. എന്തൊക്കെയാണോ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും അത്രയും വാങ്ങിക്കൊടുക്കും. ഇനിയിപ്പോൾ ഫുഡാണെങ്കിലും അതുപോലെ തന്നെ, തള്ളയ്ക്കും മക്കൾക്കും തീരെ തിന്നാൻ വേണ്ട അതാണ് പറയുക കേട്ടോ. ഞങ്ങൾക്ക് വളരെ കുറച്ച് മതി, അപ്പോഴത്തേക്കും വയറ് നിറയും, അങ്ങനെയാണ്. അപ്പോൾ തിന്നണില്ല എന്നുള്ള പരാതിയായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ പാത്രം കഴുകലും ഫ്രിഡ്ജിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് തുടച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ഇതിൻ്റെ തന്നെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.